ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു 3 സംശയങ്ങളുണ്ടായി. എത്ര ആലോചിച്ചിട്ടും ആ സംശയത്തിന് മറുപടി കിട്ടുന്നില്ല. ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായ ഖുർആൻ ആയത്തുകളോ പ്രവാചക വചനങ്ങളോ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നതുമില്ല. ഇതാരോട് ചോദിക്കുമെന്നിങ്ങനെ ആലോചിച്ച് അദ്ദേഹം അലി റളിയല്ലാഹുവിനെ സമീപിക്കുന്നു. അലി റളിയല്ലാഹു വിജ്ഞാനത്തിന്റെ കവാടമാണ്. അലിയെ സമീപിച്ച് ഉമർ റളിയല്ലാഹു പറഞ്ഞു, അലി, എനിക്ക് ഒരു 3 സംശയമുണ്ട്. എനിക്കത് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. ഒരുപക്ഷെ ഞാനില്ലാത്ത സദസ്സിൽ നീ പലപ്പോഴും റസൂലിന്റെ അടുക്കൽ ഉണ്ടായിട്ടുണ്ടാകും. നീ ഇല്ലാത്ത സദസ്സിൽ ഞാനും ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനില്ലാത്ത സദസ്സിൽ നീ ഉള്ള ഒരു സദസ്സിൽ എൻ്റെ ഈ സംശയങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണെന്ന് പറഞ്ഞ 3 സംശയങ്ങളും അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ ഉമർ റളിയല്ലാഹു അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ സംശയം ഇതാണ്: അർറജുലു യുഹിബ്ബുർ റജുല വലം യറ മിൻഹു ഖൈറ, അർറജുലു യുബിഗുദു റജുല വലം യറ മിൻഹു ശർറ. ചില ആളുകളെ കാണുമ്പോൾ വല്ലാത്ത സ്നേഹമുണ്ട് അവരോട്. പക്ഷെ ഒരു നന്മയും ഒരു ഉപകാരവും ചെയ്തിട്ടുമില്ല. നമുക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചിലരോട് വല്ലാത്ത സ്നേഹം തോന്നും. അവർ നമുക്കൊരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവരോട് വല്ലാത്ത സ്നേഹമുണ്ട്. എന്നാൽ വേറെ ചില ആളുകളോട് കാണുമ്പോൾ തന്നെ വലിയ ദേഷ്യമായിരിക്കും. അവരെ കാണാൻ ഇഷ്ടപ്പെടില്ല. അവർ നമുക്കൊരു ഉപദ്രവം ചെയ്തിട്ടുമില്ല, എന്നാലും അവരെ കാണുന്നതോ അവരോട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ചിലരോട് ഇങ്ങനെ വല്ലാത്ത ഇഷ്ടവും ചിലരോട് അനിഷ്ടവും ഉണ്ടായിത്തീരുന്നത് എന്നാണ് ഒന്നാമത്തെ സംശയം. അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, ഈ വിവരം ഇതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനിങ്ങനെയാണ് റസൂൽ പറഞ്ഞ മറുപടി: അൽ അർവാഹു ജുനൂദുൻ മുജന്നദ. മനുഷ്യന്റെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഒരു സൈന്യമാണ്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ആരെല്ലാം തമ്മിൽ ഇഷ്ടമുണ്ടായോ അവർ തമ്മിലാണ് ഭൂമിയിലും ഇഷ്ടപ്പെടുക. ആത്മാക്കളുടെ ലോകത്ത് ഏതെല്ലാം ആത്മാക്കൾ തമ്മിൽ വെറുപ്പുണ്ടായോ ആ ആത്മാക്കളുടെ ഇടയിൽ ഭൂമിയിലും വെറുപ്പുണ്ടാകും. അഥവാ മനുഷ്യന്റെ ശരീരം പോലെ മറ്റൊന്നാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാക്കളുടെ ഇടയിലുള്ള ബന്ധമാണ് സത്യത്തിൽ ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ ആത്മാക്കൾ തമ്മിൽ സ്നേഹിച്ചവർക്ക് ഭൂമിയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയും. അവിടെ ആത്മാക്കളുടെ ലോകത്ത് വെറുപ്പുണ്ടാക്കി ഭൂമിയിലും അവർ വെറുത്ത് തന്നെ ജീവിക്കും. ഇതാണ് അതിന്റെ മറുപടി. രണ്ടാമത്തെ എന്റെ സംശയം, ചില കാര്യങ്ങൾ ഇങ്ങനെ മറന്നുപോകും. നമുക്കെല്ലാം ഉണ്ടാകും മറയും. ചില ഖുർആൻ ഓതി വരുമ്പോൾ കിട്ടൂല, ഹദീസ് പറഞ്ഞു വരുമ്പോൾ കിട്ടൂല, ചില സ്ഥലങ്ങളുടെ പേരുകൾ പറയാൻ കിട്ടൂല, മറന്നുപോകും. കുറച്ച് ആലോചിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറവിയും ഓർമ്മയും ഉണ്ടാകുന്നത് എന്നാണ് രണ്ടാമത്തെ സംശയം. അപ്പൊ അലി റളിയല്ലാഹു പറഞ്ഞു, ഇതിനും മറുപടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കേട്ടിട്ടുണ്ട്. നീ ചന്ദ്രനെ കണ്ടിട്ടില്ലേ? ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി പ്രകാശിച്ച് നിൽക്കുമ്പോൾ ഒരു കാർമേഘം അതിലേക്ക് വന്ന് കയറിയാൽ, അല്ലെങ്കിൽ കാർമേഘത്തിനുള്ളിലേക്ക് ചന്ദ്രൻ പ്രവേശിച്ചാൽ പിന്നെ ചന്ദ്രന്റെ പ്രകാശം ഉണ്ടാവില്ല. കാർമേഘത്തിനടിയിൽ നിന്ന് ചന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ പ്രകാശം പകരുകയും ചെയ്യും. ഇതുപോലെ മനുഷ്യന്റെ ആത്മാവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഈ ഹൃദയത്തിലേക്ക് ചില മൂടലുകൾ വരും ചില സമയത്ത്. ആ മൂടൽ വരുന്ന സമയത്ത് നമുക്ക് മറവി ഉണ്ടാകും. അതൊക്കെ മാറുന്ന സമയത്ത് ഓർമ്മ വരികയും ചെയ്യും. ഇതാണ് ഈ മറവിയുടെയും ഓർമ്മയുടെയും പേരിലുള്ള കാര്യമെന്ന് അലി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ഉമറിന്റെ സംശയം ഇതാണ്: നമ്മൾ ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ അക്ഷരം പ്രതി അത് പുലരും. വേറെ ചില സ്വപ്നങ്ങൾ കണ്ടാൽ അത് പുലരുമില്ല. ഇങ്ങനെ 2 തരം സ്വപ്നങ്ങളുണ്ടല്ലോ. എന്താണ് ഈ സ്വപ്നം 2 തരമാകുന്നതിന്റെ കാര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഇതിനും മറുപടി ഞാൻ പ്രവാചകൻ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അല്ലാഹു അവന്റെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോകും. 2 തരം ഉയർത്തലുണ്ട്. ഒന്ന് മരിക്കുന്ന സമയത്ത് അല്ലാഹു ആത്മാവിനെ പിടിക്കും, പിന്നെ തിരിച്ചു കിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നുണ്ട്, പക്ഷെ അത് വീണ്ടും തിരിച്ചു കിട്ടും ഉണരുന്ന സമയത്ത്. എങ്ങോട്ടാണ് ഈ ആത്മാവ് പോകുന്നത്? ആത്മാവിനെ മലക്കുത്തു സമാവാത്തിലേക്ക്, അർശിന്റെ താഴേട്ട് കൊണ്ടുപോകണം എല്ലാ ആത്മാക്കളും. കാഫറിന്റെ ആത്മാവിനെയും കൊണ്ടുപോകും, മുഅ്മിനീന്റെ ആത്മാവിനെയും കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഇടക്ക് വെച്ച് ചില ആത്മാക്കൾ ഉറക്കത്തിൽ ഉണരും. അങ്ങനെ ഉണരുന്ന ആത്മാക്കളുടെ സത്യം അത് പുലരില്ല. എന്നാൽ മലക്കുത്തു സമാലത്തിലേക്ക് എത്തിയതിനു ശേഷം, അർശിന്റെ താഴെ എത്തിയതിനു ശേഷമാണ് ഉണരുന്നതെങ്കിൽ അവിടെ അതിനു മുമ്പ് കാണുന്ന സ്വപ്നങ്ങൾ പുലരുകയും ചെയ്യും. അപ്പൊ സ്വപ്നം കാണുന്നത് പുലരാതെ പോകുന്നതിന്റെ കാരണം ആത്മാക്കൾ ഇടക്ക് ഉണരുന്നത് കൊണ്ടാണ്. മലക്കുത്തു സമാവാത്തിലേക്ക് എത്തുന്നതിന് ഉണരുന്നത് കൊണ്ടാണ് സ്വപ്നം ഫലിക്കാതെ പോകുന്നത്. അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ ഫലിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ്,
എൻ്റെ തീരാത്ത 3 സംശയങ്ങളായിരുന്നു, എന്ന് തീർത്തു തന്നതിന് അള്ളാഹുവിന് സ്തുതി, നിനക്ക് നന്ദി എന്ന് ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.